ഇടത് സ്വതന്ത്രനായി നിയമസഭയിലുള്ള PV അൻവർ MLA സ്ഥാനം രാജിവെക്കാൻ പോകുന്നു. നാളെ രാവിലെ 9:30 തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നു. അയോഗ്യത മുന്നിൽ കണ്ടാണ് നീക്കം. നിർണായക വാർത്താസമ്മേളനമാണ് നാളെ നടക്കുക. രാജിവെക്കാൻ PV അൻവറിനോട് മമതാ ബാനർജി നിർദ്ദേശിച്ചു എന്നുള്ളതാണ് സൂചന. മമതാ ബാനർജിയുമായി എല്ലാ കാര്യത്തിലും ധാരണയിലാക്കിയതിനു ശേഷമാണോ കൊൽക്കത്തയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് PV അൻവർ എത്തുന്നത് എന്നതാണ് അറിയേണ്ടത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു എന്നതാണ് PV അൻവർ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെയൊക്കെ അറിയിച്ചിരിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ ഒഴിവുവരുന്ന TMCയുടെ രാജ്യസഭാ സീറ്റിലേക്ക് അൻവറിനെ പരിഗണിക്കുമെന്നാണ് കേൾക്കുന്നത്. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പയും മുബഷിർ പി അക്ബറും റോഷിബാലും നമുക്കൊപ്പമുണ്ട്. അഷ്കർ, ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യക്തതയായിട്ടുണ്ടോ? PV അൻവറിനോട് കൃത്യമായ നിർദ്ദേശം കൊൽക്കത്തയിലെ കൂടിക്കാഴ്ചകളിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും തൃണമൂലിന്റെ നേതാക്കളുമൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? സുജയ, ഔദ്യോഗിക ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. നേതാക്കളുടെ സന്ദർശനങ്ങളടക്കം തീരുമാനമായിരിക്കുന്നു. കൃത്യമായ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ കെട്ടിപ്പടുക്കുക എന്നൊരു ലക്ഷ്യത്തിന് ആവശ്യമായ പ്രവൃത്തികളിലേക്ക് പാർട്ടി നേതൃത്വം കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതിൻ്റെ ആദ്യ ചുവടുപടിയാണ് PV അൻവർ MLAയുടെ സ്ഥാനാർത്ഥിത്വം രാജിവെച്ചുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാനുള്ള നിർദ്ദേശം നൽകിയത്. അത് കേരളത്തിന് മാത്രമല്ല, കേരളവും തമിഴ്നാടും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് മമത നൽകിയിരിക്കുന്നത്. അഥവാ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടില്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യ പദവികളിൽ നിന്ന് തടയപ്പെട്ടാൽ പോലും അതിൽ വഴിയാധാരമാകില്ല. വരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്കടക്കം പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് കൂടി മമത നൽകിയിരിക്കുന്നു. ഇന്നലെയാണ് മമതാ ബാനർജിയും PV അൻവറും തമ്മിൽ ഇത്തരത്തിൽ ഓൺലൈൻ വഴി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിലാണ് സ്വതന്ത്രനായി പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് പാർട്ടി അംഗത്വം എടുത്തുകൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുത്താൻ പ്രവർത്തിക്കുകയാണ് നല്ലത്. അത്തരത്തിൽ പ്രവർത്തിച്ച ശേഷം ഒരിക്കലും വഴി ആധാരമാകില്ല എന്നുള്ള ഉറപ്പ് തൃണമൂൽ കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള മമതാ ബാനർജിയിൽ നിന്നും PV അൻവർ ഉറപ്പ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കരുനീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഇംപ്ലിമെന്റ് ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു 5 അംഗ സമിതിയെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഒന്ന് മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജി, PV അൻവർ, പൃഥ്വിക് ജെയിൻ, അർജുൻ സിംഗ്, സുനിൽ അയ്യാറിൽ എന്ന് പറയുന്ന 5 പേർ അടങ്ങുന്ന സംഘമാണ്. അതിന്റെ ഭാഗമായി 3 തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഈ മാസം തന്നെ കേരളത്തിലേക്ക് എത്താൻ പോകുന്നു. ഒന്നാമത്തേത് മെഹുവ മൊയ്ത്ര MP ആണ്, രണ്ടാമത്തേത് യൂസഫ് പത്താനാണ്, മൂന്നാമത്തേത് ശത്രുഘ്ൻ പ്രസാദ് സിൻഹയാണ്. അത്തരത്തിൽ 3 തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഈ മാസം തന്നെ കേരളത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. മാർച്ച് മാസത്തിൽ അവസാന വാരത്തോടുകൂടി മമതാ ബാനർജിയും കേരളത്തിൽ സന്ദർശിക്കും. അഥവാ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നു എന്ന് പറയേണ്ടി വരും. നേരത്തെ തന്നെ CPM-നെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായി ബംഗാളിലടക്കം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് പോരാടി മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് കേരളത്തിലൊരു വേറെ ഉറപ്പിക്കാൻ നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒരു ശ്രമം നടത്തിയിരുന്നു. സംസ്ഥാനത്ത് അതിന് കോർഡിനേറ്റർമാരെ വെക്കുകയും പലയിടങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിക്കാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് അപ്പാടെ അത് പരാജയപ്പെടുകയും ദേശീയ നേതൃത്വം ഇടപെട്ട് തന്നെ അതിനെ നിർത്തലാക്കുക, സംഘടന സംവിധാനത്തെ തന്നെ നിർത്തലാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു അവസരം ലഭിച്ചപ്പോൾ കൃത്യമായൊരു ചുവട് നീക്കം മമതയുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നു. അത് ഇടതുപക്ഷത്തോടുള്ള വിരോധം കൂടിയാണ് ആ നീക്കം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ കൂടി ഒരു വേരോട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് PV അൻവർ ഇത്ര വേഗത്തിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള തീരുമാനം. അതിന് മുന്നോടിയായി തന്നെ ഒരു ഏജൻസി വഴി, ഒരു സർവേ ഏജൻസി വഴി തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലൊരു പഠനം നടത്തിയതിനുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആ പഠനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് PV അൻവറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച ഉടനെ തന്നെ കേരളത്തിന്റെ കോർഡിനേറ്റർ പദവി നൽകുന്നു. പിന്നീട് അയോഗ്യത ഭയന്ന് പാർട്ടി അംഗത്വം സ്വീകരിക്കാതിരുന്ന PV അൻവറിനോട് അയോഗ്യത ഭയക്കേണ്ടതില്ല, കൃത്യമായി സംരക്ഷിക്കുമെന്നുള്ള പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടിയുടെ MLA സ്ഥാനം, സ്വതന്ത്ര MLA സ്ഥാനം കൂടി രാജിവെക്കാൻ നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാളെ നിർണായകമായ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ രാജി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്നു. അത് വെറും ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാവില്ല, 2026 നടക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രയൽ റൺ ആയിരിക്കും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനൊക്കെ ഒപ്പം തന്നെ ഇത്തരത്തിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുങ്ങുമ്പോൾ കേരളത്തിലെ മുന്നണികൾക്കും അത് നിർണായകമായ ഒരു പോരാട്ടമായി. മമതാ ബാനർജി കേരളത്തിലേക്ക് വരുന്നു. രാജിവെക്കാൻ മമതാ ബാനർജി നിർദ്ദേശിക്കുന്നു. അയോഗ്യത ഒഴിവാക്കാൻ അൻവർ ഒരു മുഴ മുമ്പേ എറിയുന്നു. MLA സ്ഥാനം രാജിവെക്കാൻ PV അൻവർ. നിർണായക വാർത്താ സമ്മേളനം നാളെ രാവിലെ 9:30 തിരുവനന്തപുരത്ത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ വാർത്താ സംഘം തയ്യാറാണ്.